ഹായ് ഫ്രണ്ട്സ്, ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ബീഫ് ഉലർത്തിയതാണ്. ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ബീഫ് ഉലർത്താണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ ഒരു 10 ചുമന്നുള്ളി വേണം, മല്ലിയില, പുതിനയില, കറിവേപ്പില, ഒരു 7 പച്ചമുളക് നടുവേ പിളർന്നത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അടിച്ചത്, പിന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയുള്ള തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് 1 കിലോ ബീഫാണ്. അത് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഇറച്ചി അതിനുശേഷം നമുക്ക് ഈ സവാള ഇതിനകത്തേക്ക് ഇടാം. അതിനുശേഷം ഈ 10 ചുവന്നുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ്, അത് നമുക്കിടാം. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തിടേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടാൻ പോകുന്നത്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നതാണ്. അതിനുശേഷം ഈ സ്പൂണിനാണ് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ഈ സ്പൂണിന് 2 സ്പൂൺ കുരുമുളക് പൊടിയും ഇവിടെ ചേർക്കണം. അതിനുശേഷം ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഈ ഇട്ട പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. 2 സ്പൂൺ ഗരം മസാല. ഇതിനകത്ത് വെള്ളം ഒന്നും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഇറച്ചിക്കകത്ത് വെള്ളമുണ്ട്, അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി ഈ ഇറച്ചി കുക്കാവുന്നതാണ്. നമുക്ക് ഈ മൂടി അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കണം. ഇപ്പോൾ എല്ലാവർക്കും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എണ്ണ ഒരുപാട് ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാവർക്കും പലതരത്തിലുള്ള അസുഖങ്ങളായതുകൊണ്ട് നമ്മൾ എണ്ണ വളരെ കുറച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് മൂടി അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതിൻ്റെ അടപ്പൊന്ന് അടയ്ക്കാം. അതിനുശേഷം തീ കത്തിക്കാം. ഏകദേശം ഇറച്ചി അല്പം മൂത്തതായതുകൊണ്ട് നമുക്കൊരു 6 വിസിൽ 7 വിസിൽ കേൾപ്പിക്കണം. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഈ ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തിടാനുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി അടുപ്പൊന്ന് കത്തിക്കട്ടെ. കത്തിച്ചിട്ട്
പാനൊന്ന് ചൂടാവട്ടെ. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് 1-2 കറിവേപ്പില അങ്ങോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ ഈ തേങ്ങാക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഈ ബീഫ് വളർത്തിന് ഏറ്റവും ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ് ഈ തേങ്ങാക്കൊത്ത്. ഇത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. തേങ്ങാക്കൊത്തൊക്കെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. 7 വിസിൽ ആയിട്ടുണ്ട്. അത് ഇച്ചിരി നേരം ഒന്നിരിക്കട്ടെ, എന്നിട്ടേ നമുക്ക് അതിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇച്ചിരി ഇന്ന് ഞാൻ വാങ്ങിച്ച ഇറച്ചി ശകലം മൂത്തതായതുകൊണ്ടാണ് നമ്മൾ 6-7 വിസിൽ അടുപ്പിച്ചത്. കിളുന്ന് ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഇറച്ചിയുടെ പരുവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കുക്കറിനെ വേവിക്കേണ്ട ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇറച്ചിയെല്ലാം വെന്ത് നല്ല വെള്ളമൊക്കെ ഇറച്ചിക്കകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്തിൻ്റെ പാനിലേക്ക് വെച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ഗ്രേവി എല്ലാം കൂടെ ഇതിനകത്തേക്ക് നമുക്കിതിനൊന്ന് ഈ അരപ്പൊന്ന് വറ്റിച്ച് എടുക്കാം. നല്ലോണം ഒന്ന് വറ്റട്ടെ. നമ്മൾ ആ തേങ്ങാക്കൊത്ത് വറുത്ത ബാക്കി അതിനകത്തുണ്ടായിരുന്ന ഇച്ചിരി ആ എണ്ണയിലാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എണ്ണ അധികം ചേർക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യാൻ നേരത്ത് വേണം എണ്ണ ഒഴിക്കാം. അത് ഉള്ളി വഴറ്റി ഒക്കെ ചെയ്യാം. ഇത് കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെയുള്ള ഉള്ളവർക്കും കഴിക്കാവുന്ന, ഇതൊക്കെ ഞാൻ കൊഴുപ്പൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഈ ഇറച്ചി വാങ്ങിച്ചത്. നമ്മൾ ഇത് അരപ്പൊക്കെ ഇറച്ചിക്കകത്തോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇപ്പം അത് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. നമുക്കിതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇത്രയും വിനാഗിരി
നല്ലോണം ഒന്ന് ഇളക്കാം. നല്ല കളർ വന്നിട്ടുണ്ട്. എന്താ കളർ! നല്ല അടിപൊളി മണം, നല്ല ബീഫിൻ്റെ നല്ല വാസന വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഒന്നും അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഉലർത്താണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ കുറച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഈ ഇറച്ചിക്കകത്ത് കുറച്ച് കൊഴുപ്പുണ്ട്, അത് ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ലാത്തവർക്ക് കൊഴുപ്പുള്ള ഇറച്ചിയും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ കുക്കറിൽ ഇടുന്നതിന് മുമ്പ് ആ സവാള ഒന്ന് എണ്ണയൊഴിച്ച് ഒന്ന് വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഒന്ന് വഴറ്റി, അതിനുശേഷം അതിനകത്തിട്ട് ഇറച്ചി ഇട്ട് ഇളക്കി പ്രഷർ കുക്ക് ചെയ്തിട്ടും പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ കുറച്ച് ആണ് ഉണ്ടാക്കുന്നത്. ഏകദേശം അരപ്പൊക്കെ ഇറച്ചിക്കകത്തേക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താ മണം അല്ലേ! നല്ല മണം, ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മണമാണത് ഫ്രൈ ചെയ്യുമ്പോൾ. ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഫ്രൈ ആണെങ്കിൽ ഇത് നല്ല കറുത്ത കളറിൽ വരും. ഇറച്ചിക്കകത്തു നിന്ന് ആ കൊഴുപ്പൊക്കെ ഉരുകിയ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് കാണാം. നല്ല മണം. ഉലത്തിറച്ചി ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ സ്റ്റൈലല്ലേ! നല്ല മണം വരുന്നുണ്ട്. ഇതും ഒരു രസം ഉണ്ടെങ്കിൽ ചോറ് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. വേറെ ഒന്നും വേണ്ട. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇച്ചിരി മല്ലിയിലേക്ക് ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ഉലത്തിറച്ചി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട, നല്ല അടിപൊളിയായിട്ട് ഉലത്തിറച്ചി നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടോ? നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറുണ്ട്, നല്ല
ടേസ്റ്റ് ഉണ്ട്. എല്ലാ മസാലയും ചേർന്നിട്ടുണ്ട്. നല്ല എരിവ്, കുരുമുളകിൻ്റെ ടേസ്റ്റ്, മസാലയുടെ ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നന്ദി.